ഫോണിൽ ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വന്നാൽ പോലും സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഒരു മെസ്സേജിന് പോലും നമ്മുടെ ഫോണിന്റെ നിയന്ത്രണങ്ങളെ ഏറ്റെടുക്കാൻ കഴിയും. ഓൺലൈൻ തട്ടിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരി വ്യവസായിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയ ഉത്തർപ്രദേശ് സ്വദേശിയെ പിടികൂടിയിട്ടുണ്ട്. ധീരജ് ഗിരിയാണ് പിടിയിലായത്. പ്രമുഖ ബാങ്കിന്റെ അപ്ഡേഷൻ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ലിങ്ക് അയച്ചു കൊടുത്ത ശേഷം ഫോണിന്റെ നിയന്ത്രണം കൈക്കലാക്കി പണം തട്ടുന്നതാണ് പ്രതിയുടെ രീതി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31-നാണ് വ്യവസായി തട്ടിപ്പിനിരയായത്. പോലീസ് അന്വേഷണത്തിനാണ് പുതിയ രീതി തിരിച്ചറിഞ്ഞത്. ഡാർക്ക് വെബിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈക്കലാക്കിയാണ് അക്കൗണ്ട് ഉടമകളുടെ വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ആധാർ പുതുക്കാനായി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജ് അയക്കുന്നത്. പ്രത്യേകം പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന APK ഫയലിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ മൊബൈൽ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും. മൊബൈൽ ബാങ്ക് ആപ്പിലൂടെ പണം തട്ടിപ്പുകാരുടെ പല അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കും. മട്ടാഞ്ചേരി സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് 37 തവണയാണ് പണം തട്ടിയത്. തുടർന്ന് 41 അക്കൗണ്ടുകളിലേക്ക് മാറ്റിയ പണം ധീരജ് ഓൺലൈൻ ഗെയിമിൽ നിക്ഷേപിച്ച് മാറ്റിയെടുക്കുകയായിരുന്നു. എന്തായാലും ഫോണിൽ വരുന്ന മെസ്സേജുകൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക.